Hi friends, welcome back to Candela Study Circle. നമ്മൾ ഈ ഒരു സെഷൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ എയർഫോഴ്സ് ഗ്രൂപ്പ് വൈയിലെ മെൻ്റൽ എബിലിറ്റി ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ ഇതിനു മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം എയർഫോഴ്സ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനലിലെ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഡിഫൻസ് ജോലിക്ക് പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഒന്നാമത്തെ ചോദ്യം, ഇഫ് 216 raised to 4 divided by 36 raised to 4 into 6 raised to 5 is equal to 6 raised to m, then m. Option A 13, option B 11, option C 10, option D 9. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് 216 raised to 4 divided by 36 raised to 4 into 6 raised to 5 is equal to 6 raised to m ആണ്. അങ്ങനെയെങ്കിൽ എമ്മിൻ്റെ വാല്യൂ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കിവിടെ 216/36 ഹോൾ റേസ് ടു 4 എന്ന് കൊടുക്കാം. ഇൻറ്റു 6 raised to 5 is equal to 6 raised to m. അപ്പോൾ നമുക്ക് 216 36 എന്ന് പറയുന്നത് 6 പ്രാവശ്യമുണ്ട്. അപ്പോൾ അത് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ 6 raised to 4 ഇൻറ്റു 6 raised to 5 is equal to 6 raised to m എന്ന് വരും. ഇവിടെ a raised to m ഇൻറ്റു a raised to n എന്ന ഫോമുലാണ്, അതായത് a raised to mn. So 6 raised to 9 is equal to 6 raised to m എന്ന് വരും. So m is equal to എത്രയാണ്? 9 ആണ്. So option D is the right answer. അടുത്ത ചോദ്യം, the perimeter of a rectangle and square are 160 meter each. The area of the rectangle is less than that of the square by 100 square meter. The length of the large side of the rectangle is. Option A 70 meter, option B 60 meter, option C 40 meter, option D 50 meter. ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഒരു റെക്ടാങ്കിളിൻ്റെയും ഒരു സ്ക്വയറിൻ്റെയും പെരിമീറ്റർ ചുറ്റളവ് എന്ന് പറയുന്നത് 160 മീറ്റർ ആണ്. പിന്നെ സ്ക്വയറിൻ്റെ ഏരിയയേക്കാൾ 100 സ്ക്വയർ മീറ്റർ ഏരിയ കുറവാണ് റെക്ടാങ്കിളിന്. അങ്ങനെയെങ്കിൽ ഈ ഒരു റെക്ടാങ്കിളിൻ്റെ വലിയ ഭാഗത്തിൻ്റെ നീളം എത്രയാണെന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. സോ നമുക്ക് ഒരു റെക്ടാങ്കിളിൻ്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് പെരിമീറ്റർ ഓഫ് റെക്ടാങ്കിൾ ദാറ്റ് ഈസ് 2 ഇൻറ്റു ലെങ്ത്ത് പ്ലസ് ബ്രെഡ്ത്ത് ആണ് അല്ലേ. അപ്പോൾ അതിൻ്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് 160 മീറ്റർ. അതിൽ ലെങ്ത്ത് പ്ലസ് ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 160/2 അതായത് 80. അപ്പോൾ അതിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര കിട്ടണം? 80 മീറ്റർ ആണ് കിട്ടേണ്ടത്. ഇനി നമുക്ക് പെരിമീറ്റർ ഓഫ് സ്ക്വയർ എടുക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 4a ആണ് അല്ലേ. അത് എത്രയാണ് ക്വസ്റ്റ്യൻ നൽകിയിട്ടുള്ളത്? 160. സോ എ ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? 160/4 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 40. അപ്പം സ്ക്വയറിൻ്റെ ഒരു വശത്തിൻ്റെ നീളം എന്ന് പറയുന്നത് 40 മീറ്റർ ആയിരിക്കും. സോ നമ്മളോട് കാണാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത് റെക്ടാങ്കിളിൻ്റെ ഒരു വലിയ വശത്തിൻ്റെ നീളമാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഇനി മറ്റൊരു ഹിൻഡ് ക്വസ്റ്റ്യനിൽ നൽകിയിട്ടുള്ളത് ഈ ഒരു സ്ക്വയറിൻ്റെ ഏരിയയേക്കാൾ 100 സ്ക്വയർ മീറ്റർ കുറവാണ് റെക്ടാങ്കിളിൻ്റെ ഏരിയ. അപ്പം ഏരിയ ഓഫ് സ്ക്വയർ എന്ന് പറയുന്നത് എന്തായിരിക്കും? എ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു 1600. അപ്പം 1600 ആണ് സ്ക്വയറിൻ്റെ ഏരിയ. അപ്പം റെക്ടാങ്കിളിൻ്റെ ഏരിയ എന്തായിരിക്കും? ഇതിൽ നിന്നും 100 കുറച്ചാൽ മതി. അപ്പം ഏരിയ ഓഫ് റെക്ടാങ്കിൾ എന്ന് പറയുന്നത് 1500. ഇനി നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് എന്താണ്? ഈ റെക്ടാങ്കിളിൻ്റെ വലിയ വശത്തിൻ്റെ നീളം. അപ്പോൾ നമുക്ക് ലെങ്ത്തും ബ്രെഡ്ത്തും ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര കിട്ടണം? 80 കിട്ടണം. സോ 80 ആവാനുള്ള പോസിബിലിറ്റീസ് ഏതൊക്കെയാണ്? ഒന്നെങ്കിൽ 10ഉം 70 ആയിരിക്കണം, അല്ലെങ്കിൽ 20ഉം 60 ആയിരിക്കണം, അല്ലെങ്കിൽ 30ഉം 50 ആയിരിക്കണം, അല്ലെങ്കിൽ 40ഉം 40 ആയിരിക്കണം. അപ്പോൾ നമുക്ക് ഓപ്ഷനിൽ എടുത്താണ് ഇനി ചെയ്യുന്നത്. അപ്പം നൽകിയിരിക്കുന്ന ഓപ്ഷൻസ് നോക്കുക. 70, 60, 40, 50 നൽകിയിട്ടുണ്ട്. അപ്പം നമുക്കിവിടെ ഏത് സംഖ്യകൾ തമ്മിൽ ഗുണിച്ചിട്ടുണ്ടെങ്കിൽ 1500 കിട്ടും നോക്കിയാൽ മതി. അതായത് ഏരിയ ഓഫ് റെക്ടാങ്കിൾ എന്ന് പറയുന്നത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് അല്ലേ. അപ്പം ഇതിൽ ഏതൊക്കെ സംഖ്യകൾ ഗുണിച്ചാൽ 1500 കിട്ടും നോക്കിയാൽ മതി. അതായത് 30ഉം 50ഉം ഗുണിച്ചാൽ എന്ത് ചെയ്യുള്ളൂ? 1500 കിട്ടുള്ളൂ. അപ്പം വലിയ വശം എന്ന് പറയുന്നത് എന്തായിരിക്കും? 50 മീറ്റർ ആണ്. സോ ഓപ്ഷൻ ഡി ആണ് ശരിയുത്തരം, 50 മീറ്റർ. അടുത്ത ചോദ്യം, ഇഫ് ഡയഗണൽ ഓഫ് ക്യൂബ് ഈസ് √12 സെൻറ്റിമീറ്റർ then its volume in centimeter cube is. ഓപ്ഷൻ എ 18, ഓപ്ഷൻ ബി 9, ഓപ്ഷൻ സി 6, ഓപ്ഷൻ ഡി 8.
അപ്പോൾ നമ്മളോട് ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ഒരു ക്യൂബിൻ്റെ ഡയഗണൽ ഈസ് ഈക്വൽ ടു 12 സെൻറ്റിമീറ്റർ ആണ്. അങ്ങനെയെങ്കിൽ ആ ക്യൂബിൻ്റെ വോളിയം എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു ക്യൂബിൻ്റെ ഡയഗണൽ എന്ന് പറയുന്നത് a√3 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ആണ് 12 കിട്ടിയിട്ടുള്ളത്. അപ്പം അതിൻ്റെ വോളിയം എന്ന് പറഞ്ഞാൽ എന്താണ്? a³ ആണ്. അപ്പോൾ ഇതിന് a കണ്ടെത്തണം. a ഈസ് ഈക്വൽ ടു √12/√3 ദാറ്റ് ഈസ് ഈക്വൽ ടു √4 ആണ്, അതായത് 2. അപ്പോൾ ഇനി a³ എന്ന് പറഞ്ഞാൽ എന്താണ്? 2³. അപ്പോൾ അതിൻ്റെ വോളിയം എന്ന് പറയുന്നത് 8 cm³ ആണ്. ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം, ഇൻ ആൻ എലക്ഷൻ ബിറ്റ്വീൻ 2 candidates, one got 56% of the total valid votes, 14% of the votes are invalid. If the total number of votes are 90,000, what was the number of valid votes of the other candidate got? അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ഒരു ഇലക്ഷൻ, രണ്ടാൾ തമ്മിൽ ഇലക്ഷനിൽ മൊത്തം 90,000 വോട്ടുകളുണ്ട്. ഈ 90,000 വോട്ടുകളിൽ 14% വോട്ട് ഇൻവാലിഡ് ആണ്. അപ്പോൾ ബാക്കി ഉണ്ടാവുന്നത് 86% വാലിഡ് വോട്ട്. ഈ 86% വാലിഡ് വോട്ടിൽ 56% ഒന്നാമത്തെ ആൾക്ക് കിട്ടി. അങ്ങനെയെങ്കിൽ ബാക്കിയുള്ള കാൻഡിഡേറ്റിന് കിട്ടിയ വോട്ട് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ നമ്മളിത് കണ്ടുപിടിക്കുന്നത് ആദ്യം ടോട്ടൽ വോട്ട് എന്ന് പറയുന്നത് 90,000 ആണ്. അതിൽ 14% വോട്ട് ആർക്ക് പോയി? ഇൻവാലിഡായി. അപ്പോൾ ഇനി ബാക്കിയുള്ള വാലിഡ് വോട്ട് എന്ന് പറയുന്നത് 86% ആണ്. അപ്പോൾ 90,000ൻ്റെ 86% കാണണം അല്ലേ? അപ്പം 10% എന്ന് പറഞ്ഞാൽ 9,000 ആണ്. 1% എന്ന് പറഞ്ഞാൽ 900 ആണ്. അപ്പം 86 × 900 ചെയ്തിട്ടുണ്ടെങ്കിൽ ടോട്ടൽ വാലിഡ് വോട്ട്സ് നമുക്ക് കിട്ടും. സോ 86 × 9 ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ 4 വരും, ശിഷ്ടം 5 വരും, 9 8 72, 72ഉം 5 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 77, 2 0 കൂടി കൊടുക്കുക. അപ്പം 77,400 ആണ് വാലിഡ് വോട്ട്. അപ്പം ഈ 77,400-ലാണ് 56% മറ്റേ ആൾക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇനി ബാക്കി ഇതിൽ എത്ര ഉണ്ടാവുക? 44% രണ്ടാമത്തെ കാൻഡിഡേറ്റിന് കിട്ടിയ വാലിഡ് വോട്ട്. അപ്പം 77,400ൻ്റെ 44% കണ്ടാൽ മതി. സോ 10% എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 7,740 ആണ്. 1% എന്ന് പറഞ്ഞാൽ 774 ആണ്. സോ 774 × 44 ചെയ്യാം. സോ 4 4 16, ശിഷ്ടം 1, 4 7 28, 1 29, ശിഷ്ടം 2, ദെൻ 4 7 28, 2 30. അപ്പോൾ സെയിം ഇവിടെ തന്നെ വരും. 6 9 0 3. അപ്പം 6 5 0 4 3. 34,056 വോട്ടാണ് രണ്ടാമത്തെ ആൾക്ക് കിട്ടിയ വാലിഡ് വോട്ട്. സോ ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം, എ മാൻ വാക്സ് അറ്റ് ദ റേറ്റ് ഓഫ് 5 km/h ഫോർ 6 hours ആൻഡ് 4 km/h ഫോർ 12 hours. ദ ആവറേജ് സ്പീഡ് ഓഫ് ദ മാൻ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ഒരാൾ 5 മണിക്കൂർ വേഗതയിൽ 6 മണിക്കൂർ സഞ്ചരിച്ചു, 4 മണിക്കൂർ വേഗതയിൽ 12 മണിക്കൂർ സഞ്ചരിച്ചു. അങ്ങനെയെങ്കിൽ അയാളുടെ ആവറേജ് വേഗത എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കിവിടെ 4 ഓപ്ഷൻ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഒന്നാമത്തത്, അയാൾ 5 km/h 6 മണിക്കൂർ സഞ്ചരിച്ചു. അപ്പോൾ അയാൾ ടോട്ടൽ സഞ്ചരിച്ച ദൂരം എന്ന് പറയുന്നത് 30 കിലോമീറ്റർ ആണ്. ഇനി രണ്ടാമത്തെ കേസ് പറയുന്നത് 4 km/h വേഗതയിൽ ഇയാൾ 12 മണിക്കൂർ സഞ്ചരിച്ചു. അതായത് 48 കിലോമീറ്ററാണ് ഇവിടെ സഞ്ചരിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ആവറേജ് സ്പീഡാണ് അല്ലേ? അപ്പോൾ ആവറേജ് സ്പീഡ് നമ്മൾ കാണണമെങ്കിൽ ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ഇവിടുത്തെ ടോട്ടൽ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. സോ ഇവിടെ 30 + 48 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 78 ആണ്. ടോട്ടൽ ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 18 ആണ്. സോ നമുക്കിവിടെ 6 കൊണ്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ 3 പ്രാവശ്യം വരും. ദെൻ ഇവിടെ 13 13/3 അല്ലേ? സോ 13-ൽ 3 എന്ന് പറയുന്നത് 4 പ്രാവശ്യം ഉണ്ട്, ശിഷ്ടം 1 ഉണ്ടാവും, 1/3. 1/3 km/h ഇയാളുടെ ആവറേജ് സ്പീഡ് വരുന്നത്. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. അടുത്ത ചോദ്യം, എ ഷോപ്പ് കീപ്പർ സെൽസ് ഹിസ് ആർട്ടിക്കിൾ അറ്റ് ദെയർ കോസ്റ്റ് പ്രൈസ് ബട്ട് യൂസസ് എ ഫോൾട്ടി ബാലൻസ് വിച്ച്
reads 1000 gram for 800 gram. What is the actual profit percentage? Option A 20%, option B 25%, option C 30%, option D 40%. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഒരു ഷോപ്പ് കീപ്പർ അയാൾ കോസ്റ്റ് പ്രൈസിന് തന്നെയാണ് ഒരു ആർട്ടിക്കിൾ സെല്ല് ചെയ്യുന്നത്. പക്ഷേ അയാൾ തൂക്കത്തിലൊരു കൃത്രിമം കാണിച്ചിട്ടുണ്ട്. അതായത് ഡിസ്പ്ലേയിൽ 1000 ഗ്രാം എന്ന് കാണിക്കുകയാണെങ്കിൽ ആക്ച്വലി അത് 800 ഗ്രാമാണ്. അതായത് ഇപ്പോൾ ഡിസ്പ്ലേയിൽ 1000 ഗ്രാം ആണ് കാണിക്കുന്നതെങ്കിലും ആക്ച്വലി അത് എത്ര ഗ്രാം തന്നെയാണ്? 800 ഗ്രാമാണ്. അങ്ങനെയെങ്കിൽ അയാളുടെ പ്രോഫിറ്റ് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് 1000 ഗ്രാം ഒരു എനിത്തിങ് ആർട്ടിക്കിളിന് നമുക്ക് 100 രൂപ കോസ്റ്റ് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ 100 രൂപ കോസ്റ്റ് കൊടുത്തു. അപ്പം ഒരാൾ വാങ്ങാൻ വരികയാണ്. അപ്പം 1000 ഗ്രാമാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം 1000 ഗ്രാമിന് ഈ വാങ്ങാൻ വരുന്ന ആളുടെ അടുത്തുനിന്ന് 100 രൂപ വാങ്ങും അല്ലേ? അപ്പോൾ ആക്ച്വലി ഇയാൾക്ക് 800 ഗ്രാം സാധനം വിറ്റിട്ടുള്ളൂ. അപ്പോൾ 800 ഗ്രാമിൻ്റെ വില എത്രയാണ്? അപ്പം 80 രൂപയായിരിക്കും. അപ്പോൾ ഇയാളുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് എന്താണ്? 100 - 80 ദാറ്റ് ഈസ് 20 ആണ്. കോസ്റ്റ് പ്രൈസ് 80 ആണ് ഇൻറ്റു 100. സോ 1/4 എന്ന് വരും. 1/4 × 100 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1/4 × 100 ദാറ്റ് ഈസ് 25%. അപ്പോൾ ഇയാളുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 25% ആണ്. ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം, ദ LCM ഓഫ് 2 numbers ഈസ് 48. ദ നമ്പർ ആർ ഇൻ ദ റേഷ്യോ 2:3. ദ സം ഓഫ് ദ നമ്പർ ഈസ്. ഓപ്ഷൻ എ 28, ഓപ്ഷൻ ബി 32, ഓപ്ഷൻ സി 40, ഓപ്ഷൻ ഡി 64. ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് രണ്ട് സംഖ്യകളുടെ LCM എന്ന് പറയുന്നത് 48 ആണ്. അപ്പോൾ ഈ രണ്ട് സംഖ്യകളുടെ റേഷ്യോ 2:3 ആണ്. അങ്ങനെയെങ്കിൽ ഈ സംഖ്യകളുടെ സം എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കിവിടെ നൽകിയിട്ടുള്ളത് 2:3 ആണല്ലേ. അതായത് ടോട്ടൽ ഇവിടുത്തെ വാല്യൂ എന്ന് പറയുന്നത് 5 യൂണിറ്റ്സ് ആണ്. അപ്പം ഇവിടുത്തെ ടോട്ടൽ നമ്മൾ കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? നൽകിയിരിക്കുന്ന ഓപ്ഷനിൽ 5നെ കൊണ്ട് പൂർണ്ണമായിട്ടും ഹരിക്കാൻ പറ്റുന്ന സംഖ്യ ഏതാണെന്ന് നോക്കിയാൽ മതി. അപ്പോൾ നൽകിയിരിക്കുന്നത് 28, 32, 40, 64 ആണ്. അപ്പോൾ ഇതിൽ 5 കൊണ്ട് പൂർണ്ണമായിട്ട് പോകുന്ന സംഖ്യ ഏതാണ്? 40 ആണ്. അപ്പം ഈ രണ്ട് സംഖ്യകളുടെ തുക എന്ന് പറയുന്നത് എത്രയാണ്? 40 ആണ്. അപ്പം വേണമെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പം 5 യൂണിറ്റ് 40 ആണ് അല്ലേ. അപ്പം ഇതിൻ്റെ 1 യൂണിറ്റ് എന്ന് പറയുന്നത് 40 / 5 എന്ന് പറഞ്ഞാൽ 8 ആണ്. അപ്പം 2 യൂണിറ്റ് എന്ന് പറയുന്നത് 16, 3 യൂണിറ്റ് എന്ന് പറയുന്നത് 24 ആയിരിക്കും. അപ്പം 16ൻ്റെയും 24ൻ്റെയും LCM എത്രയാണ്? 48 ആണ്. സോ നമുക്കിതിങ്ങനെ അത് പ്രൂഫ് നോക്കുകയും ചെയ്യാം. സോ ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. അടുത്ത ചോദ്യം, ആഫ്റ്റർ ടേക്കിംഗ് 1/5 ഓഫ് ദ കണ്ടൻസ് ഔട്ട് ഓഫ് മൈ പേഴ്സ് 1/12 ഓഫ് ദ റിമൈൻഡർ വാസ് ഫൗണ്ട് ടു ബി Rs 7.40. ഹൗ മച്ച് മണി ഡിഡ് ദ പേഴ്സ് ഇനീഷ്യലി കണ്ടെയ്ൻ? ഓപ്ഷൻ എ Rs 115, ഓപ്ഷൻ ബി Rs 113, ഓപ്ഷൻ സി Rs 111, ഓപ്ഷൻ ഡി Rs 106. ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ പേഴ്സിൽ ഒരു സർട്ടൻ എമൗണ്ട് ആദ്യം ഉണ്ടായിരുന്നു. അതിൽ 1/5 ഭാഗം ചിലവാക്കി. അപ്പോൾ അതിൽ ബാക്കി ഇനി എത്ര ഉണ്ടാവും? 4/5 ഭാഗമായിരിക്കും ഇനി അതിൽ ബാക്കി ഉണ്ടാവുക. ഈ 4/5 ഭാഗത്തിൽ 1/12 ഭാഗം എന്ന് പറയുന്നതാണ് 7.40. അങ്ങനെയെങ്കിൽ ആദ്യം ഉണ്ടായിരുന്ന എമൗണ്ട് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു എമൗണ്ടിന് നമുക്ക് എക്സ് ആയിട്ട് എടുക്കാം. അപ്പം ആദ്യം എന്ത് ചെയ്യുക? ഈ 1/12 ഇൻറ്റു പിന്നെ ഇത് വന്നിട്ടുള്ളത് 4/5 എന്നാണ്. ഇൻറ്റു 4/5 ഇസ് ഈക്വൽ ടു ആണ് എന്ത്? 7.40. അപ്പോൾ ഇത് സോൾവ് ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടും? എക്സിൻ്റെ വാല്യൂ കിട്ടും. ഇവിടെ നമുക്ക് 4ഉം 12ഉം കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ 3 വരും. സോ 3 × 5 15 ആവും. സോ എക്സ് ഇസ് ഈക്വൽ ടു 7.40 ഇൻറ്റു ഈ ഒരു 3 × 5 എന്ന് പറഞ്ഞാൽ 15 ഇൻറ്റു 15. സോ നമുക്ക് സോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ 111 ആണ് കിട്ടുക. സോ ഇനീഷ്യലി ഉണ്ടായിട്ടുള്ളത് 111 രൂപയാണ്. ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. സോ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ മെൻ്റൽ എബിലിറ്റിയിലെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഡിസ്കസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെയോ അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐഡിയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് മെസ്സേജ് ഇട്ട് ചോദിക്കാം. നമ്മൾ ഇതിന് മുന്നേ ഡിസ്കസ് ചെയ്ത ക്ലാസ്സുകളെല്ലാം എയർഫോഴ്സ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. വീഡിയോ ഇഷ്ടമായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യണം. അപ്പം എക്സാം എഴുതാൻ പോകുന്ന എല്ലാവർക്കും വിജയാശംസകൾ. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നവരേക്കും ജയ് ഹിന്ദ്.